Assalamualaikum. Hello everyone. Welcome back to Sahiba's Vlogs. ഇത് ആക്ച്വലി നമ്മുടെ ഉംറ അലേർട്ട് വീഡിയോ ഷെയർ ചെയ്തിരുന്നല്ലോ നോമ്പ് സമയത്ത്. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ, അതിന്റെ ഒരു അപ്ഡേഷൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ഉംറ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു വ്ലോഗ് കൂടിയാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഉംറയ്ക്ക് പുറപ്പെട്ടു, പക്ഷെ നമുക്ക് അങ്ങോട്ട് പോവാൻ കഴിഞ്ഞില്ല, ബോർഡർ കടന്ന് പോവാൻ സമ്മതിച്ചില്ല, തിരിച്ചു വിടുകയായിരുന്നു. പിന്നീട് നമ്മളെല്ലാം ഓക്കെ ആയിട്ട് പോയി. ഇതേ അനുഭവം ഉണ്ടായ വേറെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു അനുഭവത്തെ കുറിച്ച് നമ്മൾ ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്തപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു അവർക്കും ഇതുപോലെ ഉണ്ടായിരുന്നു, പിന്നെ അവരെങ്ങനെയാ പോയത്. അപ്പൊ അത് ഫോളോ ചെയ്തിട്ടാണ് പിന്നീട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അൽഹംദുലില്ലാ നമുക്ക് നോമ്പ് സമയത്ത് തന്നെ ഉംറ നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. തേഴ്സ്ഡേ ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ ഈദ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഫ്രൈഡേ തൊട്ടാണ്. അപ്പൊ തേഴ്സ്ഡേ ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് തന്നെയാണ് നമ്മൾ പുറപ്പെടുന്നത് മദീനയിലേക്ക്. ബൈ റോഡാണ് നമ്മൾ പോയത്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് അങ്ങനെയുള്ള പ്രിപ്പറേഷനും കൂടിയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നോമ്പ് തുറന്നു. പിന്നീട് നമ്മൾ മദീനയിലേക്ക് എത്താനായപ്പോഴേക്കും അത്താഴത്തിനും സമയമായിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറന്ന് അവിടെ തന്നെ നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചത്. ഡാഡിയും ഡ്രൈവർ അങ്കിളും അടുത്തുള്ള ഒരു പള്ളിയിൽ പോയിട്ട് വന്നു. പിന്നീട് ഇഷയുടെ സമയമായപ്പോഴേക്കും ഒരു പെട്രോൾ സ്റ്റേഷൻ, അത്യാവശ്യം കാഫറ്റീരിയയും പിന്നെ വിമൻ പ്രെയർ ഏരിയയും ഒക്കെ ഉള്ള ഒരു പ്ലേസിലാണ് നിർത്തിയത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇഷ നിസ്കരിച്ചു, ഓതലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ യാത്ര തുടർന്നു. മദീന സിറ്റി എത്തിയപ്പോഴേക്കും അത്താഴത്തിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ വീണ്ടും അതേപോലെ ഒരു പെട്രോൾ സ്റ്റേഷനിൽ നിർത്തി അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. അങ്ങനെ മദീനയിലെത്തി. അടുത്ത ദിവസം അതായത് തേഴ്സ്ഡേ യാത്ര. ഫ്രൈഡേ തന്നെയാണ് നമ്മൾ ഉംറയ്ക്ക് പോകുന്നത്. അപ്പം മദീനയിൽ നിന്നും ബൈ റോഡ് നമ്മൾ മക്കത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ യാത്രയിൽ അന്നും തന്നെ നോമ്പ് തുറക്കുന്നത് ഓൺ ദ വേ ആയതുകൊണ്ട് വിത്ത് ദാറ്റ് പ്രിപ്പറേഷനാണ് നമ്മൾ പോകുന്നുണ്ടായിരുന്നത്. പക്ഷെ ആ മക്ക മദീന ഇടയിലുള്ള ചെക്ക് പോയിന്റിൽ കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. ചെക്ക് പോയിന്റിൽ നമ്മൾ ഇഹ്റാം ഇട്ട് കണ്ടത് കാരണമാണ് നമ്മളെ കടത്തി വിടാതെ ഇരുന്നത് എന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അന്വേഷിച്ചപ്പോഴൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നത് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണം, ഈതർ ബസ് ഓർ ടാക്സി യൂസ് ചെയ്തിട്ട് പോകണമെന്നായിരുന്നു. ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ എടുത്ത ഒരു സ്റ്റെപ്പാണ് എന്നാണ് മനസ്സിലാക്കിയത്. എന്നാലും നമ്മൾ ഹൗ ഇസ് ദാറ്റ് ഫെയർ, എന്നാൽ പിന്നെ പെർമിറ്റ് കൊടുക്കാതിരുന്നാൽ പോരെ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. ആൻഡ് വേറൊന്നും ചെയ്യാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു. എന്നാലും പ്രതീക്ഷ ബാക്കി ആയതുകൊണ്ട് തന്നെ ചെക്ക് പോയിന്റിൽ നിന്ന് യൂ ടേൺ എടുത്തുവെങ്കിലും നമ്മൾ വീണ്ടും ഓരോന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ട്രെയിന് അവൈൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ബസ് എടുക്കാൻ പറ്റുമോ, ഇനി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും മഗ്‌രിബിന്റെ സമയമായി. അങ്ങനെ നമ്മൾ റോഡിൽ തന്നെ ഹൈവേയിൽ അവിടെയാണ് നോമ്പ് തുറന്നത്. ആൻഡ് തിരിച്ചു പോവുക തന്നെയാണ്, വേറെ മാർഗമില്ലാന്ന് നമുക്ക് മനസ്സിലായപ്പോൾ ആ പെർമിറ്റ് ക്യാൻസൽ ചെയ്യാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുമ്പോഴേക്കും എനിക്ക് വിഷമമായിരുന്നു. അയ്യോ വേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും പോകാൻ പറ്റിയിരുന്നെങ്കിൽ. ബട്ട് യെസ്, നമ്മുടെ പെർമിറ്റിന്റെ ടൈം ആകുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല എന്നുള്ളത് ഷുവറായിരുന്നു. ആൻഡ് അത് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നീട് പുതിയ പെർമിറ്റ് വിതിൻ 30 days കിട്ടില്ല, അങ്ങനെ ഉണ്ട്. സോ യെസ്, പെർമിറ്റ് ക്യാൻസൽ ചെയ്തു. അടുത്ത ഡേക്ക് വേണ്ടി ട്രൈ ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലോസ് സർക്കിളിലും, നമ്മൾ സോഷ്യൽ മീഡിയ പേജസിലും സ്റ്റേറ്റസിലൊക്കെ നമ്മൾ ഓൾറെഡി ഉംറയ്ക്ക് പോകുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പോകാൻ പറ്റിയില്ല എന്നുള്ളത് പിന്നീട് അപ്ഡേറ്റ് ചെയ്തപ്പോഴാണ് ഫ്രണ്ട്സ് പറയുന്നത് ഇഹ്റാം ഇട്ട് കണ്ടതുകൊണ്ടാണ് വിടാതെ ഇരുന്നത്. അങ്ങനെ അല്ലാതെ നമ്മൾ നോർമലി ഡ്രസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ആ ഒരു മാറ്റർ വരില്ല. അവരും ഇതേപോലെ അറിഞ്ഞപ്പോൾ അവരിങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ആ ചെക്ക് പോയിന്റ് കടന്നതിന് ശേഷം മക്കത്തെ ഐഷ പള്ളിയിൽ പോയിട്ടാണ് അവർ ഇഹ്റാം ചെയ്തത് എന്ന്. സാധാരണ നമ്മൾ എവിടെ നിന്നാണോ പോകുന്നത് അതിനനുസരിച്ച് നമ്മുടെ മീക്കാത്ത് അവിടെയാണ് നമ്മൾ ഇഹ്റാം ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഉംറ നിർവഹിക്കണമെങ്കിൽ ഇങ്ങനൊരു മാർഗം സ്വീകരിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് അറിഞ്ഞപ്പോൾ പിന്നീട് രണ്ടാമത് നമ്മൾ പോയപ്പോൾ ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ലേഡീസിന്റെ അത്രയും ഐഡന്റിഫയബിൾ അല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ മദീനയിൽ നിന്ന് തന്നെ നമ്മുടെ മദീന മീക്കാത്ത് പള്ളിയിൽ നിന്ന് തന്നെയാണ് ഇഹ്റാം ചെയ്തത്. പക്ഷെ ബാക്കി മെൻ മക്കത്തെത്തിയതിനു ശേഷം അവിടുത്തെ ഐഷ പള്ളിയിൽ വെച്ചായിരുന്നു. രണ്ടാമത് ഉംറയ്ക്ക് പോയ സമയത്ത് ആ ചെക്ക് പോയിന്റ് കടന്നു കിട്ടിയപ്പോൾ അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ മക്കത്തെ എത്തുന്നത് വരെയും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. ബട്ട് യെസ്, ലേഡീസിൻ്റെ ഡ്രസ്സിങ് അത്ര ഐഡൻറ്റിഫയബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളതെല്ലാം കടന്നു കിട്ടി. നമ്മുടെ ആണുങ്ങളെല്ലാവരും തന്നെ മക്കത്തെത്തിയതിന് ശേഷം ഐഷ പള്ളിയിൽ വെച്ചിട്ടാണ് ഇഹ്റാം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ യാത്രയൊക്കെ അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ പോയി. ഇടയിൽ നമ്മൾ നിർത്തിയിരുന്നു നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കും നോമ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തത് കൂടാതെ അവർക്ക് ഒന്ന് എക്സ്ട്രാ ഒരു ഫ്രഷ് മീൽ അവിടെ നിന്ന് മേടിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് നമ്മുടെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഐഷ പള്ളിയിലാണ് കൊണ്ട് നിർത്തിയത്. അവിടുന്ന് ആണുങ്ങളെല്ലാവരും ഇഹ്റാം ചെയ്ത് പിന്നെ നമ്മൾ മക്കത്തെത്തി. അവിടെ എത്തി ഒന്നുമൊക്കെ എടുത്തൊന്ന് പുറത്ത് വരുമ്പോൾ തന്നെ 1 മണിക്കൂർ സമയം എടുത്തുണ്ട്. മാറ്റം എന്താണെന്ന് വെച്ചാൽ പെർമിറ്റ് ഉള്ള ആൾക്കാർ ഉംറ ചെയ്ത് പോകുന്നു എന്ന് നമുക്ക് ഇപ്പം കരുതാൻ പറ്റില്ല. അവിടെ എത്തുന്ന ആൾക്കാരൊക്കെ തന്നെ ഖിയാമുൽ ലൈലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് റോഡിലും അതുപോലെ അവിടെയുള്ള ഹോട്ടൽസിൻ്റെ വരാന്തയിലും എല്ലായിടത്തും ആൾക്കാർ മുസല്ല വിരിച്ച് നിസ്കരിക്കുകയാണ്, ഖിയാമുൽ ലൈൽ കൂടാനിരിക്കുകയാണ്. അങ്ങനെ അത്രയും ക്രൗഡ്, വരുന്നവരൊന്നും പോകുന്നില്ലല്ലോ. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു മാനേജ് എന്നുള്ളതൊരു സത്യാവസ്ഥ അവിടെ പോയപ്പോൾ നമുക്ക് മനസ്സിലായി. നമ്മളെ ഒഴുക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അത്രയ്ക്ക് ക്രൗഡായിരുന്നു. സാധാരണ കുടായി പാർക്കിങ്ങിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് ടാക്സിയിലോ അല്ലെങ്കിൽ ഷട്ടിൽ സർവീസ് ചെയ്യുന്ന ബസ്സിലോ ആണ് നമ്മൾ പള്ളിയുടെ അടുത്തേക്ക് പോവാറുള്ളത്. പക്ഷേ കുടായി പാർക്കിങ്ങിൽ നിർത്താനൊന്നും പറ്റിയില്ല. അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ അവർ അവിടെ നിന്നും തിരിച്ചു വിടുമായിരുന്നു. അത്രമാത്രം ക്രൗഡായിരുന്നു മക്കത്ത് ഉണ്ടായിരുന്നത്. എന്നിട്ട് സത്യം പറഞ്ഞാൽ പള്ളിയുടെ മുറ്റത്ത് തന്നെ നമ്മൾ കൊണ്ട് ചെന്ന് ഇറക്കിയെന്ന് വേണം പറയാൻ. നമ്മളവിടെ വിട്ടിട്ട് പിന്നെ കാറ് കൊണ്ടുപോയി പാർക്ക് ചെയ്തത് ഏതോ മലമുകളിലാണ്. അൽഹംദുലില്ലാ എല്ലാം ഹൈറായി. അങ്ങനെ ആ ഒരു ഐഡിയ ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അന്ന് ഈ ഒരു ഐഡിയയിലൂടെ പോകുന്നു എന്നുള്ളത് നമ്മൾ പുറമേ പറയാൻ പാടില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനതിൻ്റെ സെക്കൻഡ് പാർട്ട് അപ്ഡേഷൻ കുറച്ച് ലേറ്റാക്കിയത്. പക്ഷെ അത് ലേറ്റാക്കിയപ്പോഴേ നമ്മൾ ബക്രീദിനോട് അടുത്ത് വളരെ ലേറ്റായി എന്നുള്ളതാണ്. എന്നാലും ഇത്ര ലേറ്റ് ആയാൽ പോലും എനിക്കിത് ഷെയർ ചെയ്യാൻ തോന്നുന്നത് എന്തെന്നാൽ റമളാനിൽ ഉംറ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ വർഷം ആഗ്രഹിച്ച് അത് സാധിച്ചില്ലായിരുന്നു. ഈ വർഷം അത് സാധ്യമായതും ഇതുപോലെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടാണ് അവസാനം അത് കിട്ടിയപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ എന്നും ഓർത്തിരിക്കുന്ന ഒരു ഉംറ എക്സ്പീരിയൻസ് ആണിത്. മാത്രമല്ല ദോസ് 5 days വി ഹാഡ്, അത് ശരിക്കും വളരെ എന്താ പറയുക, ഡിവൈൻ ആൻഡ് ബ്യൂട്ടിഫുൾ, വെരി മാജിക്കൽ ഫീലിംഗ് ആയിരുന്നു. മക്കത്ത് നമുക്ക് ഉംറക്ക് പോകാൻ പറ്റിയത് മാത്രമല്ല, നമ്മൾ കുറേ ദിവസം മദീനയിൽ സ്റ്റേ ചെയ്തിരുന്നു. അപ്പോൾ തറാവി നമസ്കാരത്തിന് മസ്ജിദ് നബവിയിൽ പോയിരുന്നു, സുബൈ നിസ്കരിക്കാൻ പോയിരുന്നു. കുറേ സമയം നമ്മൾ അവിടെ പള്ളിയിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഭയങ്കര ചോയ്സസ്റ്റ് ബ്ലെസ്സിങ്സ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഈവൻ നമ്മളന്ന് ഉംറ ചെയ്യാൻ സാധിക്കാതെ ചെക്ക് പോയിന്റിൽ നിന്ന് തിരിച്ചു വിട്ട ദിവസം നേരെ മസ്ജിദ് നബവിയിലേക്കാണ് പോയത്. അവിടുന്ന് നമ്മൾ തറാവി നമസ്കാരം ചെയ്ത് ആ സമയത്ത് ആ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ചെക്ക് പോയിന്റ് അലേർട്ടിനെ കുറിച്ചുള്ള ആ ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്പോഴാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് അവിടെ നിന്ന് ചെക്ക് പോയിന്റിൽ നിന്ന് തിരിച്ചു വിട്ടൂല്ലേ, എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ മസ്ജിദ് നബവിയിൽ വന്നിട്ട് തറാവി നിസ്കരിച്ചു അല്ലേ. അടുത്തത് I got you. Yes, here. Oh my God, this boy is very smart, but I will catch you.
ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഹജ്ജിന്റെ സമയമാണ്, അതിനുശേഷം ഇനി റീഓപ്പൺ ചെയ്യുമല്ലോ. അപ്പോൾ ഉംറയ്ക്ക് പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അങ്ങോട്ട് സന്നിധിയിലേക്ക് എത്താനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സാഹിബാസ് വ്ലോഗ്സ്.